ഞാൻ ശിശുക്ഷേമ വകുപ്പിൽ നിന്ന് വരികയാണ്. നിങ്ങളൊരു അപേക്ഷ കൊടുത്തിട്ടില്ല? അതെ അതെ അതെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണത്തിനായിട്ട് വന്നതാണ്. ശരി ശരി, അതെടുക്കാം. ശിശുക്ഷേമ വകുപ്പ് പറഞ്ഞോ. അതെ, ഓരോ ചായ കുടിക്കുന്നു, എന്നിട്ട് നമ്മൾ അപ്പം തന്നെ വിടുന്നു. കടിക്കാൻ തിന്നുണ്ടോ? പിന്നെ കടിക്കാൻ ഉണ്ടടാ. ഈ ചായ കപ്പുണ്ടല്ലോ, ആ കപ്പിന്റെ വക്ക് ഞാൻ കടിച്ചത് കേട്ടാ. കടിയില്ലാതെ അവൻ അങ്ങോട്ടൊന്നും ഇറങ്ങൂല. അയ്യോ തങ്ങോ, ചായ കുടിക്കാം. തങ്കം 3 ചായ. ഇല്ലേ ഇവിടെ? കനകനില്ലേ ഇവിടെ? അവിടെ കാണും. ഈ പാവപ്പെട്ടോ അറിയുന്നു അവന്റെ ഫയല് മുങ്ങിയ കാര്യം. അതൊക്കെ സമയം പറഞ്ഞോളൂ. അല്ല, കുറച്ച് ദിവസം കഴിയുമ്പോഴേ കനകൻ ഫൈലിന്റെ കാര്യം ഒന്ന് അന്വേഷിച്ചാലോ? അത് ശരിയാണല്ലോ അളിയാ. ഇതിപ്പോ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തായാലും അന്വേഷിക്കാൻ പോകില്ല. അപ്പോഴും അളിയ അവ അന്വേഷിക്കട്ടെ അളിയ. അന്തരം നമ്മൾ വേറെ പണി നോക്കും. ബ്രഹ്മാവനാണ് ആയുസിന് പഞ്ഞം. 3 പേരുണ്ട്, 3 ചായ. ഭയങ്കര സന്തോഷം. വേറൊരു കാര്യം, നിങ്ങളല്ലേ പറഞ്ഞ അപേക്ഷ കൊടുത്താ എന്താ കാര്യങ്ങൾ നടക്കൂലെന്നോ നടത്തിക്കൂലെന്നോ അങ്ങനെ കണ്ടൊക്കെ? അതങ്ങനെ തന്നെ. അതങ്ങനെയല്ല. ഇന്ന് അവിടെ നിന്ന് ഒരാള് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. എന്തിനായിരിക്കും? എല്ലാം റെഡി ആയിട്ടുണ്ട്. കൊച്ചിനെ കിട്ടും കനകന്. നടരാജന് പഞ്ചാര ആവാലോ അല്ലെ ചായക്ക്? ചായ വേണ്ട, ചായ വേണ്ട. എന്റെ വക 3 ചായ. കളിക്കാതെ ഫോൺ എടുത്ത് വിളിച്ചേ. അയാൾ പറഞ്ഞ പൈസയും കൊടുത്തിട്ട് ഒരുമാതിരി തെമ്മാടത്തിനെ കാണിക്കുന്നു. എന്താ തമാശ കളിയത്? വിളിക്കണോ? കുറുപ്പേട്ട, ഞാൻ നിങ്ങളടുത്ത് പ്രത്യേകം പറഞ്ഞല്ലേ കമ്പ്യൂട്ടറിൽ ആപ്ലിക്കേഷൻ എത്തുന്നതിന് മുന്നേ അത് മുക്കണമെന്ന്. എന്നിട്ടാണോ ഇവിടെ അന്വേഷിക്കാൻ ആള് വന്നത്? മുക്കിയെന്നോ? ചേട്ടാ, ഫയല് മുക്കിയിട്ടാണോ ഇന്ന് ഇവിടെ അന്വേഷിക്കാൻ ആള് വന്നല്ലോ? ഇവിടെ എല്ലാം ശരിയാക്കിയിട്ട് പോയല്ലോ അവര്. ചേട്ടാ, ഞാൻ ആരാ? ചേട്ടാ, കനകരാജല്ല, കനകൻ. കനകൻ കനകൻ ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞതല്ലേ. ഇനി നിങ്ങൾ മുക്കണ്ട. ഇനി മുക്കിയിട്ട് എന്താണ് കാര്യം? അളിയ, ചെറിയൊരു പ്രശ്നം പറ്റിയ അയാൾ ഫയല് മുക്കി. പക്ഷെ കനകരാജൻ എന്ന് പറഞ്ഞ ഒരുത്തൻ്റെ ഫയലാണ് മുക്കിയത്. അയാൾ